ജെയിൻ ഒരു ഷൂട്ടിംഗ് ഗെയിമിൽ പങ്കെടുക്കുന്നു. പക്ഷെ അവൾ ഷൂട്ട് ചെയ്യുന്നതൊന്നും കറക്റ്റായി ലക്ഷ്യത്തിൽ കൊള്ളുന്നില്ല. അത് കണ്ട് അവളുടെ ബോയ് ഫ്രണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഗണ്ണ് വാങ്ങി ഷൂട്ട് ചെയ്ത് കാണിക്കുന്നു. അത് കണ്ട് ജെയിൻ വീണ്ടും ഗണ്ണ് വാങ്ങി ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷെ ഇത്തവണ അവൾ ഒരു ടാർഗറ്റ് പോലും മിസ്സാക്കാതെ ഷൂട്ട് ചെയ്യുന്നു. ആക്ച്വലി ജെയിനും ജോണും 2 കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന വാടക കൊലയാളികളാണ്. പക്ഷെ രണ്ടുപേർക്കും പരസ്പരം അക്കാര്യം അറിയില്ല. അവർ വിവാഹം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ടും ആ രഹസ്യം പുറത്തറിയാതെ സൂക്ഷിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അവർക്ക് രണ്ടുപേർക്കും ഒരു ടാർഗറ്റിനെ കൊടുക്കുന്നു. ഇവൾ തന്റെ ടാർഗറ്റിനെ വെയിറ്റ് ചെയ്ത് ഒരു ടവറിലിരിക്കുമ്പോൾ അവിടേക്ക് വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒരു കാർ വരുന്നു. അവന്റെ കയ്യിൽ വലിയൊരു റോക്കറ്റ് ലോഞ്ചർ ഇരിക്കുന്നത് കണ്ടവൾ അവനെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അത് ജോൺ ആണെന്ന് അവൾക്കറിയില്ല. ഭാഗ്യത്തിന് ജോൺ ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സ് ധരിച്ചിരുന്നത് കൊണ്ട് ഒന്നും പറ്റുന്നില്ല. അതേസമയം അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നതും ഇവരുടെ ടാർഗറ്റുമായി അവിടേക്ക് വന്ന വണ്ടികൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അത് കണ്ട് ദേഷ്യം വന്നവൻ ആ ടവറിൽ നിന്നാണ് തനിക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്ന് മനസ്സിലാക്കി റോക്കറ്റ് ലോഞ്ചർ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ഒരു പുരുഷനല്ല, സ്ത്രീയാണെന്ന് അവന് മനസ്സിലാവുന്നു. അവിടെ നിന്ന് അവന് ജെയിന്റെ ലാപ്ടോപ്പ് കിട്ടുന്നു. അത് ഡാമേജ് ആയിരിക്കുന്നു. അവൻ തന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ആരുടേതാണെന്ന് നോക്കാൻ പറയുന്നു. അവൾ കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് പറയുമ്പോൾ ജോണിന് അത് തന്റെ വൈഫാണെന്ന് മനസ്സിലാവുന്നു. അതേസമയം തന്റെ മിഷൻ സ്പോട്ടിൽ വന്നത് ആരാണെന്ന് ജെയിൻ ചെക്ക് ചെയ്യുമ്പോൾ അത് ജോൺ ആണെന്ന് മനസ്സിലാവുന്നു. ഇപ്പോഴാണ് അവർ രണ്ടുപേരും 2 കമ്പനിക്ക് വേണ്ടി ഒരേ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നത്. രാത്രി ജോൺ വീട്ടിലേക്ക് വരുമ്പോൾ ജെയിൻ ഓൾറെഡി അവനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവൾ അവനൊരു ഡ്രിങ്ക് കൊടുക്കുന്നു. സംശയം തോന്നിയവൻ അത് ഒഴിച്ചു കളയുന്നു. അവൾ ഫുഡ് എടുക്കാനായി കിച്ചണിലേക്ക് പോയ ടൈമിൽ അവൾ ഒരു കത്തിയെടുത്ത് ഡ്രസ്സിനകത്ത് വെക്കുന്നു. നോക്കുമ്പോൾ ജെയിൻ കിച്ചണിൽ നിന്ന് വരുമ്പോൾ അതിലും വലിയൊരു കത്തിയുമായി വരുന്നു. അത് കണ്ടവൻ അവളെ ഹെൽപ്പ് ചെയ്യാനായി വരുന്നു. പക്ഷെ അവൾ മറ്റൊരു കത്തിയെടുത്ത് ബ്രെഡ് കട്ട് ചെയ്യാൻ തുടങ്ങുന്നു. എന്നിട്ട് അവൾ ഡിന്നർ വിളമ്പുന്നു. അവൾ ഫുഡിൽ വിഷം ചേർത്തിട്ടുണ്ടാവുമോ എന്ന് അവന് സംശയം തോന്നുന്നു. അവൻ അവൾക്ക് ഒരു ഗ്ലാസ് വൈൻ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ പെട്ടെന്ന് വൈൻ ബോട്ടിൽ അവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി വീണതും തൊട്ടടുത്ത നിമിഷം അവൾ അത് കറക്റ്റായി പിടിക്കുകയും ചെയ്യുന്നു. അവളുടെ പെട്ടെന്നുള്ള പ്രതികരണം കണ്ട് ജോൺ ഷോക്കാവുന്നു. താൻ കാണിച്ച അബദ്ധം മനസ്സിലായവൾ വേഗം തന്നെ അത് തറയിലിടുന്നു. രണ്ടുപേരും ടവൽ എടുക്കാനെന്ന് പറഞ്ഞു പോകുന്നു. ജോൺ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരുന്ന തന്റെ ഒരു ഗണ്ണ് പുറത്തെടുക്കുന്നു. അവൻ ജെയിനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അതേസമയം തനിക്ക് അബദ്ധം പറ്റിയതോർത്ത് അവൾ വേഗം തന്നെ കാറും എടുത്തു പോകുന്നു. ജോൺ അവളെ ഫോളോ ചെയ്യുന്നു. ഓടുന്നതിനിടയിൽ അവൻ സ്ലിപ്പായി വീണതും അറിയാതെ അവളുടെ കാറിന്റെ ഗ്ലാസിൽ ഷൂട്ട് ചെയ്യുന്നു. ജോൺ അറിയാതെ ഷൂട്ട് ചെയ്തതാണെന്ന് പറയുമെങ്കിലും അവൾ അവന്റെ നേരെ ഡ്രൈവ് ചെയ്ത് കാർ എടുപ്പിക്കുന്നു.